morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ ചുറ്റുപാടുകളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മൾ എന്തിനാണോ ശ്രദ്ധിക്കുന്നത് അതാ നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പല വിഷയങ്ങളുണ്ടായിരിക്കും. ചിലർ അതിനെ ഗൗനിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ചുറ്റുപാടുകളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മേലെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചുറ്റുപാടുകളെ സ്വാധീനിക്കപ്പെടുമ്പോഴാണ് പരാജയപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പില് വലിയൊരു പുരുഷാര വചനം കേൾക്കാനായിട്ട് ദിവസങ്ങൾ കൂടി വന്നു. അവിടെ 5000-ഓളം പുരുഷന്മാർ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് ഭക്ഷിപ്പം കൊടുക്കാനായിട്ടൊന്നുമില്ല, മരുഭൂമിയും കൂടെ. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്ത് ചെയ്യും? അവരോട് ശിഷ്യന്മാർ പറഞ്ഞു, ഒരു സാധ്യതയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുക. പക്ഷെ കർത്താവ് അവർ വീണ്ടും ഇല്ല. കർത്താവ് നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ട് അവിടെ തേടിപ്പിടിച്ച് ഒരു 5 അപ്പവും 2 മീനും യേശുവിനൊക്കെ കൊടുക്കും. യേശുവോടെ തന്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അതിന്റെ കുറവ് മനസ്സിലായ. പുരുഷാരത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ആ പുരുഷാരത്തിന്റെ വലിപ്പം മനസ്സിലായി. പക്ഷെ കർത്താവ് തന്റെ കയ്യിലിരുന്ന അപ്പത്തിന്റെ പരിമിതിയോ തന്റെ മുമ്പിലിരിക്കുന്ന പുരുഷാരത്തിന്റെ വലിപ്പമോ കർത്താവ് നോക്കിയില്ല. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് നോക്കുന്നത്, വ്യക്തികളിലേക്ക് നോക്കുന്നത്, അവസ്ഥയിലേക്ക് നോക്കുന്നത്. നമ്മുടെ അവസ്ഥകളിൽ നാം നോക്കേണ്ടത് കർത്താവിലേക്കാണ്. നമ്മുടെ അവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവിലേക്ക്. നിങ്ങൾ കർത്താവിലേക്കാണ് നോക്കുന്നത്, നിങ്ങൾ അനുഗ്രഹമായി മാറിയിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആമേൻ നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ പരിമിതികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ ആവശ്യങ്ങളുടെ വലിപ്പത്തെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അകത്തൊരുവനുണ്ട്, നിങ്ങളിൽ ഒരുവൻ വസിക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാ. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയാവനാ. ഇന്ന് പകലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് നോക്കരുത്, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നോക്കരുത്. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ ശ്രദ്ധിക്കുക. വാക്ക് പറഞ്ഞ കർത്താവിലേക്ക് നോക്കുക. അവൻ നിങ്ങളെ ഇന്ന് അസാധാരണ എന്നല്ലേ മാനിച്ചിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, യേശുവിന്റെ നാമത്തില് കർത്താവേ, ഹല്ലേലൂയ, ഇന്നത്തെ ദിവസം കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് അവരുടെ കയ്യിലുള്ള പരിമിതമായ റിസോഴ്സസ് അല്ല, കർത്താവ് അവരുടെ ചുറ്റിലുള്ള അവരുടെ വലിയ ആവശ്യങ്ങളല്ല, വലിയവനായ അങ്ങേ കണ്ട് ജീവിതത്തിൽ ഇന്ന് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം. ജീവന്റെ യാത്രയിൽ മുഴുവൻ അവരെ ജയാളികളായി തീരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Have a blessed and glorious day. God bless you. Amen.